സന്തോഷം പ്രകടിപ്പിക്കേണ്ടതാണ് ഈദുകൾ. ഈദ് നീ സന്തോഷം പ്രകടിപ്പിക്കണം. ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമാണ് നീ നല്ല വസ്ത്രങ്ങൾ അണിയുന്നത്, നീ രാവിലെ കുളിക്കുന്നത്, സുഗന്ധം പൂശുന്നത്, നീ തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ഈദ് നിസ്കാരത്തിന് വേണ്ടി ചെല്ലുന്നത്, നീ പ്രിയമുള്ളവർക്ക് കുട്ടികൾക്കും മറ്റും എന്തെങ്കിലുമൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ ഹദിയകൾ മറ്റും നൽകുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആ സന്തോഷത്തിൻ്റെ പ്രകടനത്തിനു വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോ ഖൗമിനും ഈദുണ്ട്, ഇത് നമ്മുടെ ഈദാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ 2 ചെറിയ പെൺകുട്ടികൾ അവരിങ്ങനെ പാട്ടുപാടുന്നുണ്ടായിരുന്നു. അവർ പാട്ടുകാരികളായി അറിയപ്പെട്ടവരൊന്നുമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, അമിസ്മാറത്തു ശൈത്താൻ ഫി ബൈത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ പിശാചിൻ്റെ രാഗമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ യാ അബൂബക്കർ, അബൂബക്കർ വിട്ടേക്കൂ, എല്ലാ ഖൗമിനും ഒരു ഈദുണ്ട്, ഇത് നമ്മുടെ ഈദാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സന്തോഷ പ്രകടനത്തിന് ഹറാമല്ലാത്ത അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ഒരൽപ്പം വിശാലത അനുവദിക്കപ്പെട്ട നാളാണ് ഈദ് എന്നതിനർത്ഥം. ഹറാമുകൾ ഒരു ദിവസത്തിലും നമുക്ക് അനുവാദമില്ല. എന്നാൽ ഹലാലിൽ ഒരൽപ്പം വിശാലത, ആളുകൾ കളിചിരികൾ പങ്കിടുന്നതിൽ, അവർ സന്തോഷം പരസ്പരം പങ്കുവെക്കുന്നതിൽ ഒരു ഇടുക്കം കാണിക്കേണ്ടതില്ല, മറിച്ച് സന്തോഷിക്കുക. നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഈദിൻ്റെ ദിവസം. മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ശഈറത്തുകളിൽ, അവരുടെ അടയാളങ്ങളിൽ, അവരുടെ ചിഹ്നങ്ങളിലൊന്നാണ് ഈദും അതിൻ്റെ ആഘോഷവും അതിൻ്റെ ഒത്തുചേരലുമെല്ലാം.